ഗുഡ് മോർണിംഗ്. സോ നമ്മളിപ്പോൾ സെക്കൻഡ് യൂണിറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്, ലിമിറ്റ് തിയറംസ്. സോ അതിലൊരു ക്ലാസ് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ രണ്ടാമത്തെ നമുക്ക് ഒരു 2-3 ക്ലാസ് കൊണ്ട് ഇത് തീരും. ഇനിയുള്ള ചാപ്റ്റേഴ്സൊന്നും അത്ര ബുദ്ധിമുട്ടിക്കാതെ ഇൻഫർമേഷൻ തരാം. ഓക്കെ, ഇത് കഴിഞ്ഞ് ഞാൻ വോയിസ് മെസ്സേജ് ചെയ്യാം. സോ ഇത് നമുക്ക് ആദ്യം നോക്കാം. സോ ഇവിടെ നമുക്കിപ്പോൾ ഇതിൽ തുടങ്ങാൻ പോകുന്നത് കൺവെർജൻസ് ഇൻ പ്രോബബിലിറ്റിയാണ്. സോ ഇതിൽ ഈ ചാപ്റ്ററിൽ ലിമിറ്റ് തിയറംസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കൺസെപ്റ്റ് ഉണ്ടോ എല്ലാ കൺസെപ്റ്റിനും തിയറംസ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്തതിന് ശേഷം അത് റിലേറ്റ് ചെയ്ത് എല്ലാത്തിലും ഓരോ തിയറംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇവിടെ കൺവെർജൻസ് ഇൻ പ്രോബബിലിറ്റിയാണ് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് വരുന്നത്. സോ എങ്ങനെയാണ് ഒരു പ്രോബബിലിറ്റിയുടെ കൺവെർജൻസ് ലാർജ് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യും. ഓക്കെ, സോ അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ അതിൻ്റെ ആദ്യം നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ x1 x2 etc. xn etc. is set to convergence in probability to a constant a. ഇവിടെ നമ്മൾ രണ്ട് സിറ്റുവേഷനിലാണ് കൺവെർജൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ കേസിൽ നമ്മളൊരു റാൻഡം വേരിയബിൾസിൻ്റെ സെറ്റ് ഓഫ് റാൻഡം വേരിയബിൾസ് എടുത്തതിന് ശേഷം അതിൽ ഒരു പ്രോബബിലിറ്റി ഒരു കോൺസ്റ്റൻറ്റ് എ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. രണ്ടാമത്തെ കേസിൽ റാൻഡം വേരിയബിൾ എക്സിനെ കൺസിഡർ ചെയ്യും. ഇവിടെ നമ്മൾ കോൺസ്റ്റൻറ്റ് എ ആണ് കൺസിഡർ ചെയ്തത്. രണ്ടാമത്തെ സെക്ഷനിൽ റാൻഡം വേരിയബിൾ എക്സിനെ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ കൺവെർജൻസ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, സോ ആദ്യത്തെ കേസിൽ ഇഫ് എ കോൺസ്റ്റൻറ്റ് എ എങ്ങനെയാണെങ്കിൽ എപ്സലോൺ എന്ന് പറയുന്നത് ഒരു സ്മോളസ്റ്റ് വാല്യൂ ആണ്. സോ ഇറ്റ് ഈസ് ഓൾവേസ് എപ്സലോൺ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0 ആണ്, ബട്ട് ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് വാല്യൂ. സോ അങ്ങനെയാകുമ്പോൾ നമ്മളിപ്പോൾ ചെബിഷ്യസ് ഇനീക്വാളിറ്റി പഠിച്ച അതേ ഫോമാണ് നമ്മളിവിടെ എല്ലാ ലിമിറ്റ് തിയറംസിനും ഉപയോഗിക്കുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് എൻ. എന്തുകൊണ്ട് എക്സ് എൻ എഴുതിയേ? നമുക്ക് x1 x2 etc. എക്സ് എൻ ആണ് നമ്മുടെ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ എക്സ് എൻ മൈനസ്, ഇപ്പം നോർമലി നമ്മൾ ചെബിഷ്യസ് ഇനീക്വാളിറ്റിയിലൊക്കെ മ്യൂ ആണ് അവിടെ എഴുതാറ്, എന്ന് വെച്ചാൽ മീൻ എന്താണോ അത്. അപ്പോൾ ഇവിടെ നമ്മൾ കോൺസ്റ്റൻറ്റ് എ കൺസിഡർ ചെയ്തതുകൊണ്ട് നമ്മളവിടെ എ എഴുതുന്നു. സോ എക്സ് എൻ മൈനസ് എ ലെസ് ദാൻ എപ്സലോൺ ടെൻസ് ടു 1 ആണ്. ഏത് കേസിൽ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. അല്ലെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് എൻ മൈനസ് എ, ഇത് ലെസ് ദാൻ അല്ല കേട്ടോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്, ജസ്റ്റ് ഓപ്പോസിറ്റ്. സോ അത് മിസ്റ്റേക്ക് ഉണ്ട്, പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്. സോ എക്സ് എൻ മൈനസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സലോൺ ടെൻസ് ടു 0 as n ടെൻസ് ടു ഇൻഫിനിറ്റി. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എക്സ് എൻ ടെൻസ് ടു എ പി, അതായത് പ്രോബബിലിറ്റി, കൺവെർജൻസ് ഇൻ പ്രോബബിലിറ്റി as n ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇതാണ് നമ്മളൊരു കോൺസ്റ്റൻറ്റ് എ എന്നുള്ള ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസിൽ കോൺസ്റ്റൻറ്റ് എ കൺസിഡർ ചെയ്യുമ്പോഴുള്ള കൺവെർജൻസിൻ്റെ ഡിഫിനേഷൻ. നെക്സ്റ്റ് നമ്മൾ അടുത്ത സെക്ഷൻ, ഇഫ് ദർ എക്സിസ്റ്റ് എ റാൻഡം വേരിയബിൾ എക്സ് സച്ച് ദാറ്റ് set xn convergence in probability to the random variable x if for any epsilon greater than 0 and however the epsilon is small. The same definition തന്നെയാണ് ഇവിടെ. ഒറ്റ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് എക്ക് പകരം നമ്മൾ റാൻഡം വേരിയബിൾ എക്സ് ആണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ എങ്ങനെ വരും? എക്ക് പകരം റാൻഡം വേരിയബിൾ എക്സ് കൊടുക്കാം. സോ പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ടെൻസ് ടു 0. Actually it is not greater than or equal to, it is greater than or equal to, correct, it is greater than or equal to epsilon tends to 0 as n tends to infinity. അല്ലെങ്കിൽ നമുക്ക് ഇതിന് ലിമിറ്റ് n tends to infinity എന്നറിയാം, അത് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ എഴുതാം? ലിമിറ്റ് n tends to infinity പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ടെൻസ് ടു 0. ഓക്കെ, സോ ദിസ് ഈസ് വി ആർ കോളിംഗ് എസ് സ്റ്റൊക്കാസ്റ്റിക് കൺവെർജൻസ്. സോ ആദ്യത്തെയാണ് നമ്മുടെ കൺവെർജൻസിൻ്റെ ഡെഫിനേഷൻ. രണ്ടാമത്തെ ദിസ് ഈസ് കോൾഡ് എസ് എ സ്റ്റൊക്കാസ്റ്റിക് കൺവെർജൻസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ഡെഫിനേഷൻ ആൻഡ് ദ above one? So the above one we are considering as a constant a, here we are considering as a random variable x. Okay, so this is a definition for the convergence. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ആണ്. സോ ഇത് ജസ്റ്റ് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൻ്റെ എക്സ്പ്ലനേഷനാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ വായിച്ചാൽ മതി. സോ അതിൻ്റെ റിലേറ്റ് ചെയ്ത തിയറം നമുക്ക് നോക്കാം. ഓക്കെ, so here x1 x2 etc. xn be a sequence of independent random variables with the expectation of xi equal to mu and variance of xi equal to sigma square I equal to 1 to etc. n. ഓക്കെ, സോ ഇതിൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ നമ്മൾ ഏത് ഡിസ്ട്രിബ്യൂഷനാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ബിക്കോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനാണ് മ്യൂ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ് ആണ് സിഗ്മ സ്ക്വയർ. ഓക്കെ, സോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്, നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട കാര്യം ഡിഫൈൻ എക്സ് എൻ ബാർ ഈക്വൽ ടു, ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്ന കാര്യമാണ്, എക്സ് എൻ ബാർ ഈക്വൽ ടു 1/n ഇൻറ്റു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n xi.
എങ്ങനെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ ആവറേജ് എന്താ അല്ലെങ്കിൽ മീൻ എന്താ, എക്സ് ബാർ ഈക്വൽ ടു സമ്മേഷൻ എക്സ് ബൈ എൻ, നോർമലായിട്ട് നമ്മൾ എഴുതുന്നത്. ഇവിടെ നമുക്ക് അപ് ടു എൻ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതണം, എക്സ് എൻ ബാറിന് എഴുതണം ഈക്വൽ ടു. സോ ഇവിടെ എങ്ങനെ വരും, സമ്മേഷൻ എക്സ് ഐ ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ ഐൻ്റെ റേഞ്ച് എഴുതണ്ടേ, അതുകൊണ്ടാണ് ഐ ഈക്വൽ ടു 1 to n. സോ അതിൽ ഡിവൈഡഡ് ബൈ എൻ എന്ന് എഴുതാം, ഇല്ലെങ്കിൽ അവിടെ 1/n പുറത്തെടുത്ത് എഴുതാം. സോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ എക്സ് എൻ ബാർ ഈക്വൽ ടു 1/n ഇൻറ്റു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ. ഓക്കെ. സോ ദെൻ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, എപ്സിലോൺ ഈസ് എ സ്മോൾ ക്വാണ്ടിറ്റി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് എൻ ബാർ മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. അവിടെ 0 എഴുതിയിട്ടില്ല. സോ ഇറ്റ് ഈസ് ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം. പ്രൂഫിൽ നമുക്ക് തന്നിട്ടുണ്ട് ഇ ഓഫ് എക്സ് ഐ മ്യൂ ആണ്, വി ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്, അതിൽ ഐ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് റണ്ണിങ് ഫ്രം 1 to n ആണ്. ഇനി നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം, നമുക്ക് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ തന്നിരിക്കുന്നില്ലേ, അതിൽ വേരിയബിൾ ഏതാണോ അതാണ് നമ്മൾ അടുത്തത് ചെയ്യേണ്ടത്. സോ ദെർഫോർ എക്സ്പെക്റ്റേഷൻ ഇവിടെ നമുക്ക് എന്താണ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് എൻ ബാർ ആണ്. സോ അത് എഴുതാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എൻ ബാർ ഈക്വൽ ടു എന്താണ്, എക്സ് എൻ ബാർ നമ്മുടെ 1/n ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ ആണ് അല്ലേ, ഐ ഈക്വൽ ടു 1 to n. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി 1/n കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തെടുത്തു. സോ 1/n ഇൻറ്റു സമ്മേഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ, ഒരു ഇ അവിടെ എഴുതാണ്ട് കേട്ടോ, സമ്മേഷൻ ഓഫ് ഈ സമ്മേഷൻ കഴിഞ്ഞിട്ടാണ്, സമ്മേഷൻ ഇ ഓഫ് എക്സ് ഐ. ഇനി ഇ ഓഫ് എക്സ് ഐ എന്താണ്, മ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇ ഓഫ് എക്സ് ഐന് പകരം അടുത്ത സ്റ്റെപ്പിൽ 1/n ഇൻറ്റു സമ്മേഷൻ മ്യൂ എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതും, സമ്മേഷൻ മ്യൂ ആണ്. സമ്മേഷൻ മ്യൂ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, മ്യൂ എത്ര പ്രാവശ്യമുണ്ട്, ഇവിടെ മാക്സിമം നമ്പർ m ആണ്. സോ മ്യൂ എന്ന് പറയുന്നത് n ടൈംസ് ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം, n മ്യൂ ഡിവൈഡഡ് ബൈ n. സോ എന്നും എന്നും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, മ്യൂ കിട്ടി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ വേരിയൻസ് കണ്ടുപിടിക്കാം. സോ വേരിയൻസ് ഓഫ് എക്സ് എൻ ബാർ ഈക്വൽ ടു നമുക്കറിയാം, വേരിയൻസ് ഓഫ് 1/n ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ ആണ്. സോ ദാറ്റ് ഈസ് എക്സ് എൻ ബാർ എന്താണ്, എക്സ് എൻ ബാർ എന്ന് പറഞ്ഞാൽ 1/n ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ അല്ല, അത് നമ്മളവിടെ അപ്ലൈ ചെയ്തു. ഇനി എപ്പോഴും വേരിയൻസിൽ നിന്ന് ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുമ്പോൾ അതെന്താവും, അത് സ്ക്വയർ ആവും. നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടാവും, വേരിയൻസ് ഓഫ് എ എക്സ് ഈക്വൽ ടു എ എക്സ് കേട്ടോ, എ സ്മോൾ ലെറ്റർ എ, വേരിയൻസ് ഓഫ് എ എക്സ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്, അതാണ് റൂള്. സോ വേരിയൻസിൽ നിന്നും ഏതൊരു കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുമ്പോൾ അത് സ്ക്വയർ ആവും. അങ്ങനെയാണ് ഇവിടെ 1/n സ്ക്വയർ വന്നത്. സോ 1/n സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ വി ഓഫ് എക്സ് ഐ, വേരിയൻസ് അകത്തേക്ക് എടുത്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1/n സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ വി ഓഫ് എക്സ് ഐ എന്താണ്, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് സിഗ്മ സ്ക്വയർ. സോ നമുക്ക് വി ഓഫ് എക്സ് ഐന് പകരം നമ്മൾ സിഗ്മ സ്ക്വയർ എന്ന് എഴുതി. സോ അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം, സമ്മേഷൻ, ഇവിടെ സമ്മേഷൻ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, n ടൈംസ് സിഗ്മ സ്ക്വയർ അല്ലേ, ഇവിടെ മാക്സിമം നമ്പർ നമുക്ക് n അല്ലേ. സോ നമുക്ക് എങ്ങനെ എഴുതാം, n ഇൻറ്റു സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ n സ്ക്വയർ. ഇപ്പോൾ ഇതിൽ ഒരു n എന്നും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ n എന്ന് കിട്ടും. ഇനി നമ്മൾ ഇത് ചെബിഷ്യസ് ഇനീക്വാളിറ്റി ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ട് എഴുതാൻ പോവാണ്. സോ ഫ്രം ദ ചെബിഷ്യസ് ഇനീക്വാളിറ്റി നമുക്കറിയാം, നമ്മൾ ഈ ചെബിഷ്യസ് ഇനീക്വാളിറ്റി എല്ലാ തരം ലാർജ് നമ്പേഴ്സിലും അല്ലെങ്കിൽ ലിമിറ്റ് തിയറംസിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം. So from the Chebyshev inequality, probability of mod xn bar minus mu greater than or equal to t into sigma xn bar less than or equal to 1/t square. ഇവിടെ നോർമലി നമുക്ക് ടി സിഗ്മ എന്നല്ലേ എഴുതുള്ളൂ, പക്ഷേ ഇവിടെ എന്തുകൊണ്ട് എക്സ് എൻ ബാർ എഴുതി, നമ്മുടെ ഫംഗ്ഷൻ അതേപോലെയാണ്, എക്സ് എൻ ബാർ മൈനസ് മ്യൂ. നമുക്ക് എക്സിൻ്റെ സ്ഥാനത്ത് എന്താ തന്നിരിക്കുന്നത്, നമുക്ക് എക്സ് ബാറിൻ്റെ സ്ഥാനത്ത് എന്താ തന്നിരിക്കുന്നത്, എക്സ് എൻ ബാർ ആണ്. അതുകൊണ്ടാണ് എക്സ് ബാറിൻ്റെ എല്ലാ സ്ഥാനത്തും നമ്മൾ എക്സ് എൻ ബാർ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എല്ലാം ഇക്വേറ്റ് ചെയ്യാം. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് എൻ ബാർ മൈനസ് മ്യൂ അതേപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ഇൻറ്റു ഇവിടെ സിഗ്മ എക്സ് എൻ ബാർ എന്നത് നമ്മുടെ ഇവിടെ സിഗ്മയുടെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വേരിയൻസ് എന്താ, നമുക്കിവിടെ വേരിയൻസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സിഗ്മ സ്ക്വയർ ബൈ എൻ ആണ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ അല്ലേ. സോ വേരിയൻസിൻ്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് സിഗ്മ സ്ക്വയർ ബൈ എൻ ആണ്. സോ നമുക്ക് ഇവിടെ എന്താണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്, സിഗ്മയാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. സോ സിഗ്മയുടെ സ്ഥാനത്ത് നമ്മളിപ്പോൾ എന്ത് ചെയ്യും, വേരിയൻസ് സിഗ്മ സ്ക്വയർ ബൈ എൻ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും, സിഗ്മ ബൈ റൂട്ട് എൻ. സോ അതാണ് നമ്മളോട് ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ടി ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/t സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചൂസ് ചെയ്യാണ് എപ്സിലോൺ ഈക്വൽ ടു ടി സിഗ്മ ബൈ റൂട്ട് എൻ നമ്മൾ ചൂസ് ചെയ്യാണ്. ഓക്കെ, ഇനി ഇതിനെ ചൂസ് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് നമുക്ക് ഏത് ഫോമിൽ കിട്ടാം, 1/t സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടണം, അതിന് ഇതിലേക്ക് നമ്മൾ എത്തിക്കുക ചെയ്യുന്നത്. സോ ദെൻ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, എപ്സിലോണിനെ റൈറ്റ് സൈഡിലേക്ക്
മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ ടീനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു, നമ്മൾ റെസിപ്രോക്കൽ എടുത്തു. ഓക്കെ, അപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരും? 1/t ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സലോൺ ഇൻറ്റു റൂട്ട് എന്ന് വരും. അതിനുശേഷം ഇതിനെ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് 1/t സ്ക്വയർ ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എപ്സലോൺ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് 1/t സ്ക്വയറിന് പകരം ഈ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യുക. നമ്മൾ എന്തിനെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നിന് ഇൻഫിനിറ്റി ആയിട്ട് നമുക്ക് ലിമിറ്റ് നമ്മൾ കൊടുക്കണം. n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് 1/t സ്ക്വയറിന് പകരം ഈ വാല്യൂ എഴുതാൻ കാരണം. സോ അടുത്ത സ്റ്റെപ്പിൽ പ്രോബബിലിറ്റി ഓഫ് മോഡ് xn ബാർ മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സലോൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് 1/t സ്ക്വയറിന് പകരം സിഗ്മ സ്ക്വയർ ഡിവൈഡ് ബൈ n എപ്സലോൺ സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ n ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ദിസ് ടെൻസ് ടു 0. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് മോഡ് xn ബാർ മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സലോൺ ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ഇതാണ് നമ്മുടെ ഒരു വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൻ്റെ തിയറം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് ബെർണോളി ലോ ഓഫ് ലാർജ് നമ്പേഴ്സാണ്. ഓക്കെ, ഈ എഴുതിയിരിക്കുന്ന നോട്ട്സ് എല്ലാം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, കാരണം അത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ താഴെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ മെയിനായിട്ട് പഠിക്കാൻ നമുക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൽ ഏതൊക്കെയാണ് തിയറംസ് വരുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അടുത്തത് നമുക്ക് ബെർണോളി ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് നോക്കാം. ബെർണോളി ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ചെബിഷ്യസ് ഇനീക്വാളിറ്റി അവരുടെ ഒരു എക്സ്റ്റൻഷനാണ്. ഇത് നമ്മൾ ചെയ്യുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലാണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ വെച്ച് നോക്കാം. കൺസിഡർ, ഇതാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, കൺസിഡർ മുതലാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. സോ കൺസിഡർ n ട്രയൽസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്, ഈച്ച് ട്രയൽ റിസൾട്ടിംഗ് ഇൻ എ സക്സസ് ഓർ ഫെയിലിയർ. If xn denotes the number of successes in n trials with constant probability p of success for each trial, then for any epsilon greater than 0, however it is small, then we have to prove this one, probability of mod xn bar minus n minus p less than epsilon ടെൻസ് ടു 1 as n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളിവിടെ എന്തൊക്കെ കൺസിഡർ ചെയ്തു? n എന്ന് പറയുന്നത് നമ്മുടെ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ട്രയലാണ്. അതിൽ ഈച്ച് ട്രയലിലും നമുക്ക് എന്തെങ്കിലും സക്സസ് കിട്ടാം, അല്ലെങ്കിൽ ഫെയിലിയർ കിട്ടാം. പിന്നെ എപ്സലോൺ എന്ന് പറഞ്ഞ ഒരു സ്മോൾ ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ xn എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് സക്സസ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാം. സോ പ്രൂഫിൽ നമുക്കറിയാം ഇത് ദിസ് ടെൻസ് ടു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. സോ അതിൻ്റെ നൊട്ടേഷൻ ആദ്യം എഴുതാം. xn ടെൻസ് ടു ബൈനോമിയൽ n, p, n-ഉം p-യും പാരാമീറ്റർ. ഇനി നമുക്ക് എന്തൊക്കെ അറിയാം? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ അറിയാം, വേരിയൻസ് അറിയാം. ഓക്കെ, ഇതിൽ നേരിട്ട് തന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി ഇപ്പം മനസ്സിലായില്ലേ, എല്ലാ ചാപ്റ്റേഴ്സും തമ്മിൽ റിലേഷൻ ഉണ്ട്. സോ ഫസ്റ്റ് യൂണിറ്റ് കറക്റ്റായിട്ട് പഠിച്ചാൽ മാത്രമേ സെക്കൻഡ് യൂണിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് xn ഈക്വൽ ടു നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ എന്ന് പറയുന്നത് np ആണ്, വേരിയൻസ് ഓഫ് xn npq ആണ്. ഓക്കെ, ഇനി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നതിനനുസരിച്ച് ഇവിടെ നമ്മൾ ചെയ്യണം. സോ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എക്സ് ബാറിൻ്റെ സ്ഥാനത്ത് എന്താ തന്നിരിക്കുന്നത്? xn ബാർ ഡിവൈഡഡ് ബൈ n ആണ്. സോ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് xn ബാർ ഡിവൈഡഡ് ബൈ n ഈക്വൽ ടു 1/n കോൺസ്റ്റൻ്റ് ആണ് പുറത്തെടുത്തു. സോ 1/n ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് xn ബാർ, ഒരു ബാർ ഉണ്ട് കേട്ടോ അവിടെ. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് xn ബാർ ഈക്വൽ ടു 1/n ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് xn ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? np ആണ് അല്ലേ. സോ നമുക്ക് np എഴുതാം. np അതിൻ്റെ മീൻ എന്നും എന്നും ക്യാൻസൽ ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടി? p കിട്ടി. അടുത്തത് വേരിയൻസ്. സോ വേരിയൻസ് ഓഫ് xn ബാർ ഡിവൈഡഡ് ബൈ n ഈക്വൽ ടു വേരിയൻസിൽ നിന്നും ഏതൊരു കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുമ്പോൾ അത് സ്ക്വയർ ആവും. സോ 1/n സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് xn, 1/n സ്ക്വയർ ഇൻറ്റു വേരിയൻസിൻ്റെ പകരം നമുക്ക് എന്താണ് നമ്മുടെ വേരിയൻസ് ഇവിടെ? npq. സോ എന്നും എന്നും ക്യാൻസൽ ചെയ്തു. നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി? pq/n കിട്ടി. ഓക്കെ, ഇനി ഫ്രം ചെബിഷേവ്സ് ഇനീക്വാളിറ്റി നമ്മൾ തന്നിരിക്കുന്നത് അപ്ലൈ ചെയ്യണം. സോ ചെബിഷേവ്സ് ഇനീക്വാളിറ്റി ഈ തന്നിരിക്കുന്നത് ഏത് ഫോമിലാണ് അതനുസരിച്ചാണ് നമ്മളിവിടെ ചെബിഷേവ്സ് ഇനീക്വാളിറ്റി എഴുതിയിരിക്കുന്നത്, അതുകൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് മോഡ് xn ബൈ n മൈനസ് p ലെസ് ദാൻ t ഇൻറ്റു സിഗ്മ x/n, ബിക്കോസ് x/n അല്ലേ ഇവിടെ ഫംഗ്ഷൻ, അതുകൊണ്ടാണ് ഇവിടെ x/n, xn/n എഴുതണം. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, ഇവിടെ ലെസ് ദാൻ ആയതുകൊണ്ട് 1 മൈനസ് 1/t². ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ xn മൈനസ് n ബൈ p. ഇനി ടിയുടെ അതായത് സിഗ്മയ്ക്ക് വാല്യൂ കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ ലെസ് ദാൻ t ഇൻറ്റു സിഗ്മ x/n. നമുക്കിവിടെ pq/n ആണ് വേരിയൻസ് കിട്ടിയത് അല്ലേ. അപ്പം നമുക്കിവിടെ എങ്ങനെ എഴുതണം? റൂട്ട് pq/n. അതിന് എന്നിനും കൂടെ റൂട്ട് ബാധകമാണ് കേട്ടോ. റൂട്ട് മൊത്തത്തിലിടണം. റൂട്ട് pq/n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1/t². ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. അതായത് t ഇൻറ്റു
റൂട്ട് പി ക്യൂ ബൈ എൻ ഈക്വൽ ടു എപ്സിലോൺ എന്ന് ഇക്വേറ്റ് ചെയ്തു. ദെൻ ഇതിന് ടി എന്താണ്? ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എൻ, എപ്സിലോൺ പുറത്താണ്, എപ്സിലോണിന് റൂട്ടില്ല, റൂട്ട് എൻ എപ്സിലോൺ ഡിവൈഡഡ് ബൈ റൂട്ട് പി ക്യൂ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ തന്നെ നമുക്ക് ടി സ്ക്വയറും കണ്ടുപിടിക്കാം. കാരണം ടി സ്ക്വയറും കൂടെ കണ്ടുപിടിച്ചാലേ നമുക്ക് 1/t² അവിടെ വാല്യൂ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ടി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എൻ എപ്സിലോൺ സ്ക്വയർ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതിൽ ഒരുപാട് പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഉണ്ട്. സോ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, അതുകൊണ്ടാണ് പറയുന്നത്. സോ വെറുതെ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. സോ ഇവിടെ എങ്ങനെയാണ്? ടി എന്താണ് ശരിക്കും? റൂട്ട് എൻ ഇൻറ്റു എപ്സിലോൺ ആണ്. അതായത് എപ്സിലോൺ എന്ന് പറയുന്നത് റൂട്ടിൻ്റെ അകത്തല്ല, ഡിവൈഡഡ് ബൈ റൂട്ട് പി ക്യൂ. ഇനി ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും? ടി സ്ക്വയർ ഈക്വൽ ടു എൻ ഇൻറ്റു എപ്സിലോൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ പി ക്യൂ എന്ന് വരും. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സോ അടുത്ത സ്റ്റെപ്പിൽ പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് എൻ ബൈ എൻ മൈനസ് പി ലെസ് ദാൻ തന്നിരിക്കുന്ന ടി ഇൻറ്റു റൂട്ട് പി ക്യൂ ബൈ എന്നിന്, റൂട്ട് പി ക്യൂ ഓൾ റൂട്ടാണ്, റൂട്ട് പി ക്യൂ ബൈ എന്നിന് പകരം നമുക്ക് എപ്സിലോൺ എഴുതാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1/t². സോ 1 മൈനസ്, അപ്പോൾ ടി സ്ക്വയറിന് വാല്യൂ കൊടുക്കുമ്പോൾ അത് റെസിപ്രോക്കൽ ആയിട്ട് വരില്ലേ? സോ നമുക്ക് തിരിച്ചെഴുതാം. അപ്പോൾ എങ്ങനെ വരും? 1 മൈനസ് പി ക്യൂ ഡിവൈഡഡ് ബൈ എൻ എപ്സിലോൺ സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ബട്ട് പി ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4 ഫോർ ഓൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതെങ്ങനെ കിട്ടി? നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഒരു ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ പ്രോബിലിറ്റി 1 ആണെന്ന് അറിയാം. അതേപോലെ തന്നെ പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. സോ പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ പി 1/2 ആയിരിക്കും, ക്യൂ 1/2 ആയിരിക്കും. സോ അത് രണ്ടും നമ്മളിവിടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? പി ഇൻറ്റു ക്യൂ പറയുമ്പോൾ 1/2 ഇൻറ്റു 1/2, സോ ദാറ്റ് ഈസ് 1/4. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഓർ ലെസ് ദാൻ, സംടൈം ലെസ് ദാൻ, രണ്ടും പിൻ്റെയും വാല്യൂൻ്റെ, പിൻ്റെയും ക്യൂൻ്റെയും വാല്യൂ ചിലപ്പോൾ കുറവായിട്ട് വരും. സോ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വരുമ്പോൾ ഓൾവേസ് പി ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4. അപ്പോൾ ഇവിടെ നമ്മൾ പി 1/2 ക്യൂ 1/2 കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി അത് നമ്മളിവിടെ പി ക്യൂവിന് പകരം അപ്ലൈ ചെയ്യാൻ പോകണം. സോ ദർഫോർ പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് എൻ ബൈ എൻ മൈനസ് പി ലെസ് ദാൻ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ്, നമുക്കിവിടെ എന്തായിരുന്നു? പി ക്യൂ ഡിവൈഡഡ് ബൈ എൻ എപ്സിലോൺ സ്ക്വയർ ആയിരുന്നു അല്ലേ? സോ പി ക്യൂവിന് പകരം നമുക്ക് എന്ത് എഴുതി? 1/4 എഴുതി. സോ നമ്മളതിനെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 മൈനസ് 1 ഡിവൈഡ് ബൈ 4n എപ്സിലോൺ സ്ക്വയർ. ഇനി ഇവിടെ നമ്മൾ n ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 4n സ്ക്വയർ ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളത് അപ്ലൈ ചെയ്യാം. സോ ദർഫോർ പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് എൻ ബൈ എൻ മൈനസ് പി ലെസ് ദാൻ എപ്സിലോൺ ടെൻസ് ടു 1, ബിക്കോസ് 1 മൈനസ് 0 എന്നല്ലേ, സോ 1 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇല്ലെങ്കിൽ നമ്മൾ ഇനീക്വാളിറ്റി തിരിച്ചിടുമ്പോൾ ഓർ നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് എക്സ് എൻ ബൈ എൻ മൈനസ് പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബെർണോളി ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കൺവെർജൻസും ഡിസ്ട്രിബ്യൂഷൻസും സെൻട്രൽ ലിമിറ്റ് തിയറമാണുള്ളത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ.